ഗലീലയിലെ ബെത്സൈദയിൽ നിന്നുള്ള ക്രിസ്തുവിന്റെ അപ്പസ്തോലനായിരുന്ന വിശുദ്ധ ഫിലിപ്പ് പെന്തക്കുസ്ത തിരുനാളിന് ശേഷം ഗ്രീസ്, ഫ്രീജിയ, സിറിയ എന്നിവിടങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷത്തിന് ശക്തമായ സാക്ഷ്യം നൽകുകയും യേശുനാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. അസംഖ്യം മാനസാന്തരങ്ങൾ അധികാരികളെ ചൊടിപ്പിച്ചു. ഇതേ തുടർന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ട ഫിലിപ്പ് കുരിശിൽ കിടന്നും മരണത്തോളം സുവിശേഷം പ്രസംഗിച്ചു. ക്രിസ്തുവിന്റെ മറ്റൊരു അപ്പസ്തോലനായിരുന്ന ചെറിയ യാക്കോബ് പെന്തക്കുസ്തായ്ക്ക് ശേഷം ജെറുസലേമിലെ മെത്രാനായി അഭിഷിക്തനാകുകയും യഹൂദർക്കിടയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ജെറുസലേം സഭയെ 36 വർഷത്തോളം ജ്ഞാനദൃഷ്ടിയോടെ നയിച്ച വിശുദ്ധ യാക്കോബ് യേശുവിന്റെ ദൈവത്വം നിരാകരിക്കാത്തതിനെ തുടർന്ന് ശത്രുക്കളുടെ വധഭീഷണിക്ക് വിധേയനായി. യഹൂദർ യാക്കോബിനെ ദേവാലയത്തിന്റെ ഗോപുരത്തിൽ കൊണ്ടുപോയി തലകീഴായി താഴേക്കെറിയുകയും അർദ്ധപ്രാണനായി കിടന്ന് ശത്രുക്കളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച യാക്കോബിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു.